നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയുടെ ഉൾഭാഗങ്ങളിലേക്ക് ഇരച്ചുകയറി ഇസ്രായേൽ ടാങ്കറുകൾ. ബങ്കറുകളിൽ നിന്ന് യുദ്ധത്തിന് പുറത്തേക്ക് ഇരച്ചിറങ്ങുന്ന ഹമാസുകളെ കൂറ്റൻ ടാങ്കറുകൾ ചതച്ചരയ്ക്കുന്നു. ടണലുകളിൽ നിന്ന് കൂട്ടനിലവിളി ഉയരുകയാണ്. ഹമാസിനെ വലയ്ക്കുന്ന പ്രധാന പ്രതിസന്ധി ഇവരുടെ പക്കൽ ആയുധശേഷിയും ആൾബലവും കുറയുന്നു എന്നതാണ്. ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള എല്ലാ വഴികളും IDF അടയ്ക്കുന്നു. ഈജിപ്ത് അതിർത്തി വഴി തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ എത്തിച്ചപ്പോൾ റഫ വളഞ്ഞ ചെങ്കീരിപ്പട തുരങ്കങ്ങൾ നശിപ്പിച്ചു. ഇസ്രായേൽ ടാങ്കറുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആയുധം ഹമാസിന്റെ പക്കൽ ഇപ്പോഴില്ല. യുദ്ധമുഖത്ത് പുതിയ രീതികൾ ജൂതപ്പട പയറ്റുന്നത് ഭീകരരെ വട്ടം കറക്കുന്നു. തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി. ഇവിടങ്ങളിൽ ഷെല്ലാക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു. റഫയിലെ ഷബൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ 6 പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ റഫയിലെ അൽ ഔദ പള്ളി സൈന്യം തീയിട്ടു. 2 ദിവസത്തിനകം ഇന്ധനം എത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു. ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറില്ലെന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു. ഷെജയ്യയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചു. കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി US നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ്. താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട്. ഹമാസുകൾ പതിയിരിക്കുന്ന താവളങ്ങൾ കണ്ടെത്തി ആക്രമിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. 250-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം. ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. ഹമാസുകളെല്ലാം സുരക്ഷിതമായി ബങ്കറിനുള്ളിൽ പതിയിരിക്കുകയാണ്. ഈ മേഖലകൾക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ് ഇസ്രായേൽ ടാങ്കറുകൾ. ഒരു തരത്തിലും ഹമാസുകളെ ബങ്കർ യുദ്ധം നടത്താൻ അനുവദിക്കാതെ പരമാവധി എല്ലാവരെയും പുറത്തുചാടിക്കാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.